എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിനിടെ 21 വൈദികരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രാർത്ഥനായജ്ഞം തുടരുന്നു. കുരിയ അംഗങ്ങളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് വൈകുന്നേരം പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. എറണാകുളം ബസലിക്ക പള്ളിയങ്കണത്തിൽ ഔദ്യോഗിക വിഭാഗവും വിമത വിഭാഗവും തമ്മിൽ സംഘർഷമുണ്ടായി. ഇത്തരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള വൈദികരെ വെച്ചുള്ള ഒരു ഭരണക്രമത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഏതൊരു കാര്യത്തിനും ചർച്ച ചെയ്യാൻ പോലും നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാം. പക്ഷേ ഇത്തരം ഒരു കൂരിയ, ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള കൂരിയ മെമ്പേഴ്സിനെ വെച്ച് ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. ഈ കൂരിയ മെമ്പേഴ്സിനെ എത്രയും വേഗം ഇവിടെ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കിയാൽ മാത്രമേ സിനഡ് പിതാക്കന്മാരെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോലും ഞങ്ങൾ തയ്യാറാവുകയുള്ളൂ. YS അഭിനന്ദ് വാർത്തയുടെ ഒരു നിർമ്മിച്ചിരുന്നു. അഭിനന്ദ്, ആ തർക്കം തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളായി ഈ നേർക്കുനേർ ഏറ്റുമുട്ടലിന് അന്തരീക്ഷം വാർത്തകൾ വന്നിരുന്നില്ല. വീണ്ടും തുടങ്ങുകയാണോ അടുത്ത എപ്പിസോഡ്, നേർക്കുനേർ ഏറ്റുമുട്ടലിൻ്റെ എപ്പിസോഡ്? അഭിനന്ദ്. ആഷ്മി, തീർച്ചയായിട്ടും എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കം വീണ്ടും അതിരൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിൽ ഓരോ സംഭവ വികാസങ്ങളും വ്യക്തമാക്കുന്നത്. നിലവിലിപ്പോൾ 21 വൈദികർ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. എറണാകുളം ബിഷപ്പ് ഹൗസിൽ അവരുടെ പ്രതിഷേധ പ്രാർത്ഥനായജ്ഞം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള മാർ ബോസ്കോ പുത്തനൊപ്പം തന്നെ 4 കുരിയ അംഗങ്ങൾക്കെതിരെയും പ്രതിഷേധവുമായി വിമത വൈദികർ അതിരൂപത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എത്തിയത്. ഈ വിമത വൈദികർക്കെതിരെ നേരത്തെ സിറോ മലബാർ സഭ നടപടി സ്വീകരിച്ചിരുന്നു. ആ സിറോ മലബാർ സഭ നടപടിക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള സിനഡ് യോഗം ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ ആയിരിക്കും ആ യോഗം ഉണ്ടാകുക. പക്ഷേ 21 വൈദികർ നേതൃത്വത്തിലുള്ള പ്രതിഷേധ യജ്ഞം അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം അവർ എറണാകുളം ബിഷപ്പ് ഹൗസിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. 3 മണിക്കായിരിക്കും പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുക. 4 കുരിയ അംഗങ്ങളിൽ വിരുദ്ധമായിട്ടാണ്, ഞങ്ങൾ നടപടികൾക്ക് വിരുദ്ധമായാണ് നിയമിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. ഒരു കുരിയ അംഗം ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ നേരിട്ട ഒരാളിനെ എന്തുകൊണ്ട് സഭയുടെ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടി നിയമിച്ചു എന്നതാണ് അതിരൂപത സംരക്ഷണ സമിതി അൽമായ മുന്നേറ്റവും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ മറ്റ് സംഭവ വികാസങ്ങളും ഒക്കെ അവസാനിപ്പിച്ച് സഭയുടെ നിലപാടിലേക്ക് വഴങ്ങണമെന്ന് തുടരെയായിട്ട് സിറോ മലബാർ സഭ മീഡിയ കമ്മീഷനിലൂടെയും ഒപ്പം തന്നെ സിറോ മലബാർ സഭ പത്രക്കുറിപ്പുകളിലൂടെയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഇനിയും ഇത് തുടർന്നു കഴിഞ്ഞാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന നിലപാടാണ് സിറോ മലബാർ സഭയ്ക്കുള്ളത്. പക്ഷേ ഒരിടവേളയ്ക്ക് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കം ഓരോ ദിവസവും കഴിയുന്തോറും വഷളാകുന്ന സാഹചര്യമാണ് അത് കൂടുതൽ വഷളാവുകയാണ്. ഏതോ തരത്തിൽ പരിഹാരത്തിന് ചില ആലോചന ഇടയ്ക്ക് കണ്ടെങ്കിലും അതൊന്നും സംഭവിച്ചിരുന്നത് മാത്രമല്ല, അത് പരിഹരിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ അത് പ്രശ്നഭരിതമാവുകയും ചെയ്യുന്നു. പരിഹരിക്കപ്പെടട്ടെ, പ്രാർത്ഥനയുടെ ഒക്കെ കാര്യമല്ല.